ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അത് നടപ്പിലാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനും വേണ്ടിയിട്ട് മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ രണ്ടാം NDA സർക്കാർ നിയോഗിക്കുകയുണ്ടായി. അപ്പോൾ ആ കമ്മിറ്റി അവരുടെ ഫൈനൽ റിപ്പോർട്ട് 2024 മാർച്ച് മാസത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചു എന്ന് മാത്രമല്ല, കേന്ദ്ര ക്യാബിനറ്റ് ആ റിപ്പോർട്ടിന് അംഗീകാരം കൊടുത്തു എന്നും അതിൽ പറഞ്ഞിരിക്കുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ബില്ല് പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് മുതലായ വാർത്തകൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണ്, നെഗറ്റീവ്സ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഹൈ ലെവൽ കമ്മിറ്റി കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ വെച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ആരംഭിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഇസ് അലക്സ്. വാട്ട് ഐ ഡു ഇസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ല അവസരം പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു ലോങ് ടൈമിലേക്ക് മാസം 2000 രൂപ പോലെയുള്ള ചെറിയ തുകകൾ നീക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം സേഫ് ആക്കിക്കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടാറ്റ AIA അവരുടെ ഒരു NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം 30-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. പ്രീമിയം അലോക്കേഷൻ ചാർജൊക്കെ 0 ആയിട്ടുള്ള ഈ ഫണ്ടിൻ്റെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അത് നിഫ്റ്റി ആൽഫ 50 ആണെന്ന് കാണാം. അതായത് നിങ്ങളിവിടെ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം ഫണ്ട് സേഫ് ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും മറ്റൊരു ഭാഗം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലാർജ് മിഡ് സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് ലോങ് ടൈമിൽ കുറഞ്ഞൊരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ നല്ല റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഈ ഒരു ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 35.9%-ൻ്റെയും 25.1%-ൻ്റെയും റിട്ടേൺസ് വന്നിരിക്കുന്നത് കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 2014 നിങ്ങൾ ഇങ്ങനെ ഒരു ഫണ്ടിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 9.3 ലക്ഷത്തിൻ്റെ റിട്ടേൺ ലഭിക്കുമായിരുന്നു. NRIസിനും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾക്കും എല്ലാം ഒരുപോലെ നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ഫണ്ടാണിത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനുശേഷം നിക്ഷേപിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാനും സഹായകരമായിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സമ്പ്രദായം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ പല ഇലക്ഷനുകൾ പല കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ കേരളത്തെ തന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2024 ലോക്സഭാ ഇലക്ഷൻ നടന്നു. 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2026 നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സോ ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്കൽ ബോഡികളിലേക്കും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയത്ത് നടത്തുക എന്നുള്ളതാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഈ രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 1951-52 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം 1957 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം എല്ലാ ഇലക്ഷനുകളും ഒരേ സമയത്തായിരുന്നു നടന്നിരുന്നത്. എങ്കിലും നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ പല ഇലക്ഷനുകൾ പല സമയത്ത് നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ലോക്സഭ ആയിക്കൊള്ളട്ടെ സംസ്ഥാനങ്ങളിലെ നിയമസഭകളൊക്കെ ആയിക്കൊള്ളട്ടെ ഇവിടെ പ്രീ മെച്യൂർ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ്. ചില സമയത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ട് നിയമസഭ പിരിച്ചുവിടുന്ന നമ്മൾ കാണാറുണ്ട്. ചില സമയത്ത് അവിശ്വാസ പ്രമേയങ്ങൾ വന്ന് മന്ത്രിസഭ താഴെ പോയി പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാതെ ഇലക്ഷൻ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നേരത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് സഭകൾ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തുന്നത് നമ്മൾ കാണാം. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ട് പല സ്ഥലത്തും പല സമയത്ത് ഇലക്ഷൻ നടക്കാൻ തുടങ്ങി നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പോവുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്നും പഴയ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ സ്ഥലങ്ങളിലെയും എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയത്ത് നടക്കുന്ന ഒരു രീതിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നടപ്പിലാക്കാൻ സാധിക്കുമോ, നടപ്പിലാക്കണോ, അത് നടപ്പിലാക്കാൻ സാധിക്കുമോ, നടപ്പിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ നടപ്പിലാക്കണം മുതലായ കാര്യങ്ങൾ പഠിച്ച് നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് വിവിധ തരത്തിലുള്ള കൺസൾട്ടേഷൻ പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട് ഈ ഒരു കമ്മിറ്റി കൺസൾട്ടേഷൻ നടത്തിയിരിക്കുന്നത് കാണാം. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാർ, അതുപോലെ തന്നെ ഇവിടുത്തെ ബിസിനസ്സുകാർ, എക്കണോമിസ്റ്റുകൾ, ഇവിടുത്തെ ലോ കമ്മീഷൻ മെമ്പേഴ്സ്, ഇങ്ങനെയുള്ള പല ആളുകളുമായിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 47 പൊളിറ്റിക്കൽ പാർട്ടിയിലെ മെമ്പേഴ്സുമായിട്ടും ഈ ഒരു കമ്മിറ്റി കൺസൾട്ടേഷൻ നടത്തിയിരിക്കുന്നത് കാണാം.
അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടികളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൽ ഈ റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഈ ഒരു വൺ നേഷൻ വൺ ഇലക്ഷനെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. 47 രാഷ്ട്രീയ പാർട്ടികളിൽ 32 പാർട്ടികൾ ഈ ഒരു സമ്പ്രദായത്തെ അനുകൂലിച്ചപ്പോൾ 15 രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർക്കുകയായിരുന്നു ചെയ്തത് എന്ന് നമുക്ക് കാണാം. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പൊതുജനത്തിനും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് അഭിപ്രായം പറയുന്നതിനുള്ളൊരു അവസരമുണ്ടായിരുന്നു. ഇമെയിൽ വഴിയോ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ കത്തുകൾ വഴിയോ അഭിപ്രായം പറയുന്നതിനുള്ളൊരു അവസരം, ഒരു ടൈം ഫ്രെയിം ഈ കമ്മിറ്റി തുറന്നു തന്നിട്ടുണ്ടായിരുന്നു. ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിനെ കൂടുതൽ ആളുകളും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടെടുത്തതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയും അവരുടെ റിപ്പോർട്ടിൽ ഈ ഒരു സംവിധാനം നിലവിൽ വരണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല, എന്തുകൊണ്ട് ഇങ്ങനൊരു സംവിധാനം നിലവിൽ വരണം, ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ് എന്ന് അവർ കൃത്യമായിട്ട് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതാനും ചില പോയിന്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് പറയുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ലാഭം തന്നെയാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയിലൊരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരുകളും ധാരാളം പണം പൊതു ഖജനാവിൽ നിന്നെടുത്ത് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ വിവിധ സമയങ്ങളിൽ ഇങ്ങനെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഒരുപാട് പണം ഇതിനെല്ലാം വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. ഈ ഇലക്ഷൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ സമയത്ത് നടത്തുകയാണെങ്കിൽ ചിലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നും അങ്ങനെ ചിലവ് കുറച്ച് കഴിയുമ്പോൾ ബാക്കി വരുന്ന പണം നമ്മുടെ നാട്ടിലുള്ള ഗവൺമെൻറ് സ്കീമുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെയൊക്കെ വികസന പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ നമ്മുടെ നാടിനുണ്ടാകുന്ന സാമ്പത്തിക ലാഭങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിസർച്ച് തന്നെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയിട്ടുണ്ട്. മാക്രോ എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് ഹാർമോണൈസിങ് ഇലക്ട്രൽ സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറും ഈ റിപ്പോർട്ടിൻ്റെ കൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് നമ്മുടെ നാടിൻ്റെ GDP ഉയരുന്നതിനും ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിനും ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിനുമെല്ലാം ഇത്തരത്തിൽ ഇലക്ഷൻസ് ഒരുമിച്ച് നടത്തുന്നത് സഹായകരമാകും എന്നവിടെ പറയാൻ നമുക്ക് കാണാം. ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് ഗവൺമെൻറ് മെഷീനറിയെക്കുറിച്ചാണ്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായിട്ടുള്ള ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാരാണ് ഇലക്ഷൻ ഓഫീസേഴ്സും ഇലക്ഷൻ വർക്കേഴ്സുമായിട്ട് വരുന്നത്. മാത്രമല്ല, നമ്മുടെ പോലീസ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, ഇങ്ങനെയുള്ള സേനകളെല്ലാം ഈ ഇലക്ഷൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഇലക്ഷൻസ് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സമയങ്ങളിൽ നടക്കുമ്പോൾ സർക്കാർ ജീവനക്കാരായിക്കൊള്ളട്ടെ, പോലീസ് ആയിക്കൊള്ളട്ടെ, സെൻട്രൽ പോലീസ് ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ സാധാരണ ജോലികളെല്ലാം പെൻഡിങ് ആയി പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇലക്ഷനുകളും ഒരേ സമയത്ത് നടന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മാത്രം ഇവരെ ഉപയോഗിക്കുകയും ബാക്കി സമയങ്ങളിലെല്ലാം ഗവൺമെൻറ് ഓഫീസേഴ്സിനും മറ്റ് ജീവനക്കാർക്കുമെല്ലാം അവരുടെ ശരിക്കുമുള്ള ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുകയും നമ്മുടെ ഗവൺമെൻറ് മെഷീനറിയെ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കും എന്നാണ് രണ്ടാമത്തെ പോസിറ്റീവായിട്ട് പറയുന്നത്. ഇനി ഇവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായകരമാവും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മന്ത്രിമാർ, MP-മാർ, MLA-മാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ വർഷത്തിൻ്റെ വിവിധ സമയങ്ങളിൽ അല്ലെങ്കിൽ വിവിധ വർഷങ്ങളിൽ വിവിധ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് കൊണ്ട് ഭൂരിഭാഗം സമയങ്ങളിലും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളിലേക്ക് അവർ പോവുകയും അവർക്ക് ഭരിക്കാൻ നേരം കിട്ടാതെ വരികയും ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാ ഇലക്ഷനും ഒരു സമയത്തേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മാത്രം ഇവർ ക്യാമ്പയിനിങ്ങിനൊക്കെ പോവുകയും ബാക്കി സമയമെല്ലാം കൃത്യമായി ഇവർക്ക് ഭരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ ഒരു ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിന് തടയിടുന്ന മറ്റൊരു സംഭവമാണ് MCC അല്ലെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, അതും അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും സർക്കാരുകൾക്ക് പുതിയ പദ്ധതികളോ അല്ലെങ്കിൽ പുതിയ പോളിസികളോ ഒന്നും പ്രഖ്യാപിക്കാൻ സാധിക്കാതെ വരികയും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ ഇലക്ഷനും ഒരു സമയത്തേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം സർക്കാരുകൾക്ക് ഇത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ലാതെ പോളിസികളും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതും ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം, വോട്ടർ ടേൺ ഔട്ട് വർദ്ധിക്കുന്നതിന്, ആളുകൾക്ക് ജനാധിപത്യത്തിലുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ സഹായകരമാവുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് എല്ലാ ഇലക്ഷൻ്റെ സമയത്ത് നാട്ടിൽ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. അതുപോലെ തന്നെ മൈഗ്രൻ്റ് ലേബറേഴ്സ്, നമ്മുടെയൊക്കെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്ക് എല്ലാ ഇലക്ഷൻ്റെ സമയത്ത് അവരുടെ നാട്ടിൽ പോയി വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. അപ്പോൾ എല്ലാ ഇലക്ഷനുകളും ഒരു സമയത്ത് നടക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈ ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നും വോട്ടർ ടേൺ ഔട്ട് വർദ്ധിക്കുമെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുപോലെ ഒരുപാട് പോസിറ്റീവുകൾ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടെന്നും അതുകൊണ്ട് ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്നും കൃത്യമായിട്ട് ഈ റിപ്പോർട്ട് പറയുകയാണ്. ഇനി നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണിത്. ഇവിടെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞുള്ള സിസ്റ്റം നമ്മൾ എങ്ങനെ ആരംഭിക്കും? കാരണം ഇന്ത്യയിലെ പല തെരഞ്ഞെടുപ്പുകളും പല സമയത്താണ് നടക്കുന്നത്. ഇതിനെല്ലാം എങ്ങനെ ഒരു സമയമാക്കി കൊണ്ടുവരും? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വൺ ടൈം ട്രാൻസിറ്ററി മെഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി ഈ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിലെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ജനറൽ ഇലക്ഷൻ നടക്കുന്നു, ലോക്സഭയിലേക്കുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയുടെ ആദ്യത്തെ സിറ്റിംഗ് നടക്കുമ്പോൾ പ്രസിഡന്റ് ഒരു ഓർഡറിലൂടെ ആ ഒരു ഡേറ്റിനെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എന്ന് വിളിക്കുന്നു.
ഈ അപ്പോയിൻമെൻറ്റ് ഡേറ്റിന് ശേഷം പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിനെയാണ് ഫുൾ ടേം എന്ന് പറയുന്നത്. ഈ ഫുൾ ടേം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോക്സഭയുടെ ഫസ്റ്റ് സിറ്റിംഗ് നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഡേറ്റിൽ നിന്നുമുള്ള 5 വർഷ കാലാവധിയെയാണ് ഫുൾ ടേം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2024 ജൂൺ മാസം 24-ാം തീയതിയാണ് പുതിയ ലോക്സഭയുടെ ആദ്യത്തെ സിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതാണ് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ലോക്സഭയുടെ ഈ ഫുൾ ടൈം അവസാനിക്കുമ്പോൾ, അതായത് 2029 ജൂൺ മാസം 24-ാം തീയതി നമ്മുടെ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുകയാണ്. അതിനുശേഷം പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും പുതിയ ലോക്സഭ നിലവിൽ വരികയും ചെയ്യും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമ്മുടെ ലോക്സഭയുടെ കാലാവധി മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭകളുടെയും കാലാവധി ഓട്ടോമാറ്റിക്കായിട്ട് അവസാനിക്കുകയാണ്. ഇവിടെ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ചില യൂണിയൻ ടെറിട്ടറീസിനും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ടെന്ന് കാണാം. സംസ്ഥാനങ്ങളിലും ഈ യൂണിയൻ ടെറിട്ടറീസിനും എല്ലാം പല സമയത്തായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അതൊന്നും വിഷയമല്ല. ഈ നിയമസഭകളുടെ എല്ലാം കാലാവധി ലോക്സഭയോട് ഒപ്പം അവസാനിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കേരള നിയമസഭയിലേക്കുള്ള അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2026 2029 ആകുമ്പോഴേക്കും കേരള നിയമസഭ 3 വർഷം മാത്രമേ പൂർത്തിയാക്കുകയുള്ളൂ. എന്നിരുന്നാലും കേരള നിയമസഭയുടെയും കാലാവധി ഇതോടുകൂടി അവസാനിക്കും. സോ ലോക്സഭയുടെയും നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമസഭകളുടെയും കാലാവധി ഇങ്ങനെ ഒരേ സമയത്ത് അവസാനിക്കുന്നത് കൊണ്ട് ഈ സഭകളിലേക്കെല്ലാം ഒരുമിച്ച് അടുത്ത ഇലക്ഷൻ, സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്താൻ വേണ്ടി സാധിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നിയമസഭകളുടെയും ലോക്സഭയുടെയും കാര്യത്തിൽ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ആരംഭിക്കുന്ന ഈ ഒരു പ്രക്രിയയാണ് വൺ ടൈം ട്രാൻസിറ്ററി മെഷർ എന്നുള്ള പേരിൽ ഈ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇത് മാത്രം പോരാ, ലോക്കൽ ബോഡി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുപ്പുകൾ ഈ ഒരു കാലയളവിലേക്ക് തന്നെ കൊണ്ടുവരണം. അതിനെ ഈ പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സംസ്ഥാന നിയമസഭകളുടെയും അതുപോലെ തന്നെ ലോക്സഭയുടെയും തെരഞ്ഞെടുപ്പ് ഒരേ സമയത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് 100 ദിവസത്തിനുള്ളിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് പോലെയുള്ള ലോക്കൽ ബോഡികളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഈ ഒരു ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ നിലനിൽക്കുകയാണ്. പല സഭകളിലും പ്രീമച്വർ ഡിസൊല്യൂഷൻ സംഭവിക്കുമ്പോൾ, രാഷ്ട്രപതി ഭരണം വരികയോ നോ കോൺഫിഡൻസ് മോഷൻ വരികയോ ഹങ് പാർലമെൻറ്റ് വരികയോ ഒക്കെ ചെയ്ത് മന്ത്രിസഭകൾ താഴെ പോവുക അല്ലെങ്കിൽ ലോക്സഭ നിയമസഭയൊക്കെ പിരിച്ചുവിടുകയൊക്കെ ചെയ്ത് പുതിയ ഇലക്ഷൻസ് നടക്കുമ്പോൾ ഈ ഒരു സിസ്റ്റം ഡിസ്റ്റർബ് ആവാനുള്ള സാധ്യതയില്ലേ? അതിനെ എങ്ങനെയാണ് മറികടക്കുന്നത്? അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചില വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ വാക്കാണ് ജനറൽ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ജനറൽ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടേമുകൾ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന, ഓരോ 5 വർഷവും നടക്കുന്ന നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഇവിടെ ജനറൽ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ മിഡ് ടേം ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മിഡ് ടേം ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ടേമിനിടയിൽ, ഈ 5 വർഷത്തിനിടയിൽ എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് മിഡ് ടേം ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അൺഎക്സ്പയർഡ് ടേം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാക്കും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും മിഡ് ടേം ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ 5 വർഷം പൂർത്തിയാക്കുന്നതിന് എത്ര കാലയളവാണോ ഉള്ളത് അതിനെയാണ് അൺഎക്സ്പയർഡ് ടേം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 വർഷത്തിനിടയിൽ എവിടെയെങ്കിലും മിഡ് ടേം ഇലക്ഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അധികാരത്തിൽ വരുന്ന സഭയ്ക്ക് മുഴുവൻ 5 വർഷത്തെ കാലാവധി ഉണ്ടാവുകയില്ല. ഈ എക്സ്പയർഡ് ടേമിലേക്കുള്ള കാലാവധിയേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമുക്കൊരു ഉദാഹരണം എടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2029 ഒരു ജനറൽ ഇലക്ഷൻ നടന്നിട്ട് നമ്മുടെ ലോക്സഭ അധികാരത്തിൽ വന്നത് എന്ന് വിചാരിക്കാം. 3 വർഷത്തിന് ശേഷം 2032 എന്തോ കാരണം കൊണ്ട് ആ ലോക്സഭ പിരിച്ചുവിടുകയും ഒരു മിഡ് ടേം ഇലക്ഷൻ നടത്തിയിട്ട് പുതിയ ലോക്സഭ അധികാരത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 2029 ശേഷം അടുത്ത സൈമിൾട്ടേനിയസ് ഇലക്ഷൻ നടക്കേണ്ടത്, അടുത്ത ജനറൽ ഇലക്ഷൻ നടക്കേണ്ടത് 2034 2032 മിഡ് ടൈം ഇലക്ഷൻ നടന്നു. ഇനി 2 വർഷം മാത്രമേ ഈ ഫുൾ ടൈം പൂർത്തിയാക്കാൻ ബാക്കിയുള്ളൂ. അതിനെയാണ് അൺഎക്സ്പയർഡ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ മിഡ് ടൈം ഇലക്ഷനിലൂടെ അധികാരത്തിൽ വന്ന ലോക്സഭയ്ക്ക് 2 വർഷത്തെ കാലാവധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 2034 ആകുമ്പോൾ അവരുടെ കാലാവധി അവസാനിക്കുകയും സൈമിൾട്ടേനിയസ് ഇലക്ഷൻ്റെ ഭാഗമായി പുതിയ ഇലക്ഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സഭകളെ പിരിച്ചുവിട്ടുകൊണ്ട് മിഡ് ടൈം ഇലക്ഷൻ നടത്തുന്നുണ്ടെങ്കിലും അവരുടെ കാലാവധി മറ്റ് സഭകളോടൊപ്പം തന്നെ പൂർത്തിയാവുകയും സൈമിൾട്ടേനിയസ് ഇലക്ഷൻ്റെ ഭാഗമായി അവിടെ അടുത്ത ഇലക്ഷൻ നടത്താൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം ഒപ്പം ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇത്തരത്തിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ രാജ്യമൊട്ടാകെ ഒന്നിച്ച് നടത്തണമെങ്കിൽ ഒരു പുതിയ ഇലക്ട്രൽ റൂളും അതുപോലെ തന്നെ ഒരു പുതിയ ഇലക്ട്രൽ ഐഡിയും വേണം. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെല്ലാം
പല തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് പല വോട്ടർ പട്ടികകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രാജ്യമൊട്ടാകെ ഒരേ സമയം ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ രാജ്യത്തിനൊട്ടാകെ ഒരു പുതിയ ഇലക്ട്രൽ റോള് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പട്ടിക വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് മാത്രമല്ല, എല്ലാ ഇലക്ഷനിലും എല്ലാവർക്കും ഒരുപോലെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഇലക്ട്രൽ ഐഡിയും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിർദ്ദേശങ്ങളൊക്കെ നിലവിൽ വരണമെങ്കിൽ, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സമ്പ്രദായം ഇന്ത്യയിൽ വരണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകൾ നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കി അത് നിയമമാവണം എന്ന് മാത്രമല്ല, ഈ ഒരു നിയമം നിലവിൽ വരണമെങ്കിൽ ധാരാളം ഭരണഘടനാ ഭേദഗതികളും വരണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് പല സ്ഥലങ്ങളിലും അമെൻഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യം നടപ്പിലാവുകയുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 83-ലാണ് പാർലമെൻറ്റിൻ്റെ കാലാവധിയെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 172-ൽ സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പൊക്കെയായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റികളെക്കുറിച്ച്, നമ്മുടെ പഞ്ചായത്തൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നതിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരണം. സാധാരണ ബില്ലുകൾ പാസ്സാവുന്നത് പോലെ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാൻ ലോക്സഭയ്ക്കോ രാജ്യസഭയ്ക്കോ സാധിക്കുകയില്ല. ഒരു സാധാരണ ബില്ല് ഭൂരിഭാഗ സമയങ്ങളിലും പാസ്സാകണമെങ്കിൽ വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 50% കൂടുതൽ ആളുകളുടെ പിന്തുണ ഉണ്ടായാൽ മതി. പക്ഷേ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാവണമെങ്കിൽ ഭൂരിഭാഗ സമയത്തും വോട്ട് ചെയ്യുന്ന ആകെ ആളുകളുടെ 2/3 പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നിലവിലത്തെ ലോക്സഭയിലെ നമ്പറുകൾ നോക്കുകയാണെങ്കിൽ 543 അംഗങ്ങളുള്ള ലോക്സഭയിൽ ഇത്തരത്തിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതി മുന്നോട്ട് വെക്കുമ്പോൾ ഈ 543 പേരും വോട്ട് ചെയ്യുകയാണെങ്കിൽ 362 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ആ ബില്ല് പാസ്സാവുകയുള്ളൂ. അപ്പോൾ ഈ ബില്ല് മുന്നോട്ട് വെക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ NDA എന്ന് പറഞ്ഞിട്ടുള്ള മുന്നണിക്ക് 293 സീറ്റുകളാണ് ഇപ്പോൾ ലോക്സഭയിലുള്ളത്. അതുപോലെ തന്നെ രാജ്യസഭയിൽ 245 അംഗങ്ങളും ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ 164 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാവുകയുള്ളൂ. 121 പേരുടെ പിന്തുണയാണ് NDAക്കുള്ളത് എന്ന് കാണാം. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ബില്ലുകൾ അത് പാസ്സാകണമെങ്കിൽ അതിന് പാർലമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയാൽ മാത്രം പോരാ, ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ചില ബില്ലുകൾ പാസ്സാവുകയുള്ളൂ. സോ അങ്ങനെ ഒരു കടമ്പയും കൂടി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ NDA അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഭൂരിപക്ഷമുള്ള ഭരിക്കുന്ന പാർട്ടിയോ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ പ്രയാസമാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന ചില പാർട്ടികളുടെയെങ്കിലും സപ്പോർട്ട് മേടിച്ചുകൊണ്ട് മാത്രമേ അവർക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും കൂടെ തിരിച്ചറിയുക. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് പല പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വരുന്നുണ്ട്. ഇതിനെ എതിർക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ എന്താണെന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈ ലെവൽ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ടാറ്റ AIAയുടെ NFOയെ കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ സമയം ചെലവഴിക്കാൻ താല്പര്യമില്ലാത്തവർ, അതുപോലെ തന്നെ വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ആയിട്ടുള്ള ആളുകൾക്കുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു NFO എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾക്ക് പുറമെ നിങ്ങൾ ഇവിടെ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങിൻ്റെ ഒരു ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010D മുതലായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കുകൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഒപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.